നമുക്ക് ചേർത്തലയിലേക്ക് പോകേണ്ടതുണ്ട്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ പോലെ തന്നെ ഒരു കൊലപാതക പരമ്പരയിലേക്ക് സൂചന നൽകുന്നതാണ്. ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സെബാസ്റ്റ്യൻ എന്ന പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ എച്ച് ഷാജഹാൻ ചേർത്തലയിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഷാജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിന്റെ പരിസരത്താണ് ഷാജി ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. പോലീസ് അവിടെ ഡോൺ ക്രോസ് റിബണൊക്കെ വെച്ച് അവിടെ കെട്ടിയിട്ടുണ്ട്. ആ ഒരു 2.5 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ്, ദുരൂഹത നിറഞ്ഞ സ്ഥലം. ആ ദുരൂഹത പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നും അവിടെ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനമല്ലേ? തീർച്ചയായിട്ടും വിനിഷ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ വീട്ടിലാണ്. അയാൾ ഇവിടുന്ന് പോയിട്ട് ഏതാണ്ട് ഒരു 10 വർഷമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് പൂർണ്ണമായിട്ടും ഇത് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് വീട് ഹൈ സെക്യൂരിറ്റി ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ പോലീസുകാരുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസ് ഇവിടെ കാവലാണ്. കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇതിൻ്റെ ടൈല് മാറ്റി പുനർനിർമ്മാണമൊക്കെ നടന്നു എന്നുള്ളതാണ് പോലീസിന് ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിവിടെ ഇന്നൊരു പരിശോധന നടക്കും. കാര്യം ഏതെങ്കിലും തരത്തിൽ മനുഷ്യാവശിഷ്ടങ്ങൾ ഇതിനടിയിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് ഇയാളുടെ ഈ 2 ഏക്കറോളം വരുന്ന സ്ഥലത്തും അത്തരത്തിലുള്ളൊരു പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക സംവിധാനങ്ങളോടുകൂടി ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി പോലീസ് എത്തും. ഇവിടെ അതൊരു ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ഈ 2.5 ഏക്കറോളം വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ 3 സ്ത്രീകളെയാണ് നിലവിൽ ഇയാളുമായിട്ട് സെബാസ്റ്റ്യനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിച്ച് കാണാതിരിക്കുന്നത്. അതിലേറ്റവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം, ശരീരത്തിൻ്റെ അവശിഷ്ടം ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതാരുടേതാണ് എന്നുള്ളത് ഇനി സ്ഥിരീകരിച്ചിട്ടില്ല. അതിൻ്റെ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നാൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അതുകൂടാതെ ഐഷ, ബിന്ദു, സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു, അങ്ങനെ മറ്റ് 3 സ്ത്രീകളെ കൂടി ഇനിയും കാണാനുണ്ട്. അവരൊക്കെ തന്നെ ഇയാളുമായിട്ട് ബന്ധമുള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അയാൾ പോലീസിനോട് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനുമായിട്ട് തെളിവെടുപ്പിന് അല്പസമയത്തിനുള്ളിൽ കോട്ടയം പോലീസ് ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPSൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ്, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേരും. എന്തായാലും ഇന്നൊരു 10-11 മണിയോടുകൂടിയായിരിക്കും ഈ പോലീസിൻ്റെ വലിയൊരു സംഘം ഇവിടെ എത്തുകയും അതിനുശേഷം ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്യുക. വിനിഷ. ഷാജി, ഈ ജൈനമ്മയടക്കം കാണാതായ സ്ത്രീകളുടെ നിലവിൽ പുറത്തേക്ക് വരുന്നത് 4 പേരുകളാണ്. ജൈനമ്മയടക്കം 4 പേരുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷേ കൂടുതൽ കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മൊഴികളും അത്തരത്തിലുള്ള ചില സൂചനകളും പോലീസിന് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ കൊന്നതിന് ശേഷം സ്ത്രീകളുടെ ആഭരണങ്ങൾ അടുത്തുള്ള ജ്വല്ലറികളിലൊക്കെ പോയി അത് വിറ്റ് കാശാക്കുന്ന രീതിയിലൊക്കെ സെബാസ്റ്റ്യൻ ആ രീതിയിൽ വിറ്റ് കാശാക്കിയിരുന്നു എന്നതടക്കമുള്ള തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്, അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. തീർത്തും അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട, അതിൻ്റെ നാൾവഴിയുമായി ബന്ധപ്പെട്ട. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 10 വർഷമായി ആ വീട് ഉപേക്ഷിച്ചിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനും മുൻപേ നടന്ന കൊലപാതക പരമ്പരകളെ കുറിച്ചാണ് പോലീസിന് അന്വേഷിക്കാനുള്ളത്, ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാനുള്ളത്. അപ്പോൾ തെളിവുകൾ കണ്ടെത്തുക, തെളിവുകൾ നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അന്വേഷണം ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക ഷാജി? തീർച്ചയായിട്ടും വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ 2006 ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതാകുന്നത്. അന്ന് ആ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നു. ഏതാണ്ട് 2017 വരെ കേസ് അന്വേഷിച്ച് യാതൊരുവിധ തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് ആ കേസ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആ കേസൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ വളരെ വസ്തുക്കളും ഒക്കെ ഉള്ള കൂടുതൽ സമ്പന്നയായിട്ടൊരു സ്ത്രീയായിരുന്നു. അവരുടെ വസ്തുവകകളൊക്കെ തന്നെ ഈ സെബാസ്റ്റ്യൻ വ്യാജ ആധാരമൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചു. അന്ന് അത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി അയക്കും. അദ്ദേഹം വിദേശത്താണ്. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇയാളെ അന്ന് പോലീസ് പിടികൂടുകയും ചെയ്തു. അതിനുശേഷം ഈ വ്യാജ ആധാരമൊക്കെ ഉണ്ടാക്കിയവരെയൊക്കെ തന്നെ പോലീസ് പിടികൂടുകയും അവരെയൊക്കെ ജയിലിലടയ്ക്കുകയും ചെയ്തു. അന്ന് ഒരാൾ, ഇയാളുടെ സ്വന്തം ഒപ്പമുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു, അയാൾ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തെ ഭയന്ന്. അന്ന് തന്നെ ഇവരെ കണ്ടുകിട്ടിയില്ല എങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ
തട്ടിപ്പുകളെക്കുറിച്ചും സെബാസ്റ്റ്യൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചും ഒക്കെ തന്നെ പോലീസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കുറച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ മറ്റോ ഈ കൊലപാതകം അദ്ദേഹത്തിൻ്റെ മുകളിൽ കൊലപാതകം നടത്തിയെന്നുള്ളത് തെളിയിക്കാനോ പറ്റുന്ന തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കേസ് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുന്നത്. അങ്ങനെയാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇയാൾ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നു, മറ്റ് സ്ത്രീകളെ കൂടി ഇയാൾ കൊലപ്പെടുത്തിയതാകാം, ഇത്തരം കാര്യങ്ങൾ കൂടി ഇത് പോലീസിന് ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവിടെ വന്ന് അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഈ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്, 2 ഏക്കറോളം വരുന്നത്. ഇവിടെ രാത്രിയിലൊക്കെ തന്നെ സ്ത്രീകളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ആരാണ് എന്താണെന്നും തന്നെ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഇത്തരത്തിൽ അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ സ്ത്രീകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടോ, സമീപ ജില്ലകളിൽ നിന്നും കാണാതായിട്ടുള്ള സ്ത്രീകളുടെ വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളുമൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ശരി, ഷാജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ചേർത്തലയിലെ കൊലപാതക പരമ്പരവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ പ്രതി സെബാസ്റ്റ്യനെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.